ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ് മുളകൂട്ടി? മുളകാ ബജ്ജി. ഉറങ്ങിയിരിക്കുന്നടി. ഞാൻ കുറച്ചു ചിന്തിച്ചിരിക്കുകയായിരുന്നു. മുളകാ ബജ്ജിയും കാ ബജ്ജിയും. വേണ്ടേ കുറച്ചുണ്ട് കേട്ടാ. അപ്പോഴത്തേക്കും നമ്മൾ ഒരു കായും കൂടി എടുക്കാന്ന് ചോദിച്ചു. നാളെ ഇവിടെ നിന്ന് അവിയൽ വേണ്ട, അതിന്റെ കാമ്പളിങ് എടുത്ത് അപ്പൊ നമ്മൾ ഇന്ന് ഇതുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് ഇപ്പോഴും ഇത് വെറൈറ്റി ആണെന്ന് ഇത് പറയുന്നത്. എല്ലാം നമുക്ക് വെറൈറ്റി ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇവിടെ ഇതിൽ അരിയട്ടെ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാവുന്നില്ല. മാവ് കലക്കണം. അത് വെച്ച് കണ്ടിരിക്കും, എന്നിട്ട് കലക്കണം. മാവ് കലക്കാൻ വേണ്ട. കട്ട് ചെയ്ത് നമുക്ക് മാവ് കലക്കാമേ. ഇതിനാവശ്യമായിട്ടുള്ള കടലമാവും കുറച്ച് മുളക് പൊടി, ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ശകല സോഡാപ്പൊടി, ഇച്ചിരി പൊങ്ങി വരാൻ വേണ്ടി ഇച്ചിരി കായപ്പൊടി, എല്ലാം കുറച്ച് മതി. പിന്നെ ഉപ്പ്. ഇത് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അവിടെ തികയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ വേണ്ടേ? മിക്സ് ചെയ്തിട്ട് കാണിക്കാമേ. അപ്പൊ എണ്ണ ചൂടായി, നമുക്ക് ഓരോന്നിറങ്ങിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയായിട്ട് നമുക്ക് അധികം വെക്കാൻ പറ്റില്ല. അത് രണ്ടെണ്ണം കൂടെ അക്കത്തേക്ക് തന്നെ വരുമ്പോ കളിക്കാം. എന്റെ വന്നിട്ട് നമുക്ക് ഇതെല്ലാം ആയിട്ട് കാണാമേ. മൂന്നെണ്ണം ഇട്ടാൽ മതി, തലക്കുറവാ. അപ്പൊ നമ്മളെ ഇതെല്ലാം ബജ്ജികളെല്ലാം റെഡി ആയിരിക്കും. നമുക്ക് ഇനി ഇതിച്ചിരി സോസും കൂട്ടി ഇതെല്ലാം നമുക്ക് അല്ല കേട്ടോ, എല്ലാം കൂടെ കേട്ടോ. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിക്കല്ലേ. കടുംചായയുടെ വെറുതെ നമ്മൾ നേരത്തെ കുടിച്ചു. അതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഉണ്ടാക്കുന്നത് തന്നെയാണ്, എല്ലാരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പൊ അത് അമ്പലത്തിലെ അങ്ങ് അപ്പുറത്തെന്ന് പറയുമ്പോ അക്കരയും കണ്ടാണ് അതുകൊണ്ടാണ് പാട്ടും ബഹളവും കേൾക്കുന്നത്. അപ്പൊ